ലോകകപ്പ് നോക്കൌട്ടിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ ശക്തികളായ ജപ്പാനെ നേരിടും. ഏതൊരു വൻപന്മാരെയും അട്ടിമറിക്കാൻ കെൽപ്പുള്ള ജപ്പാൻ ബ്രസീലിനെതിരെ ഇറങ്ങുമ്പോൾ അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ആവേശം വാനോളം ഉയരുമെന്ന് ഉറപ്പാണ്. അഷിതയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അഷിത, ഇതാ കരുത്തരാണ് ബ്രസീലിനെതിരെ ഇന്ന് കളത്തിലിറങ്ങുന്നത്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? പക്ഷേ ഈ ആരാധകരെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസത്തിലും ആവേശത്തിലുമാണുള്ളത്. ബ്രസീൽ ജപ്പാനെ തോൽപ്പിച്ച് പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ആരാധകർ ഉറച്ച് വിശ്വസിക്കുന്നത്. നമുക്കറിയാം, ആദ്യ മത്സരത്തിൽ ബ്രസീൽ മൊറോക്കോയ്ക്കെതിരെ അത്ര മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല. എന്നാൽ രണ്ടാം മത്സരത്തിൽ ഹെയ്തിക്കെതിരെ ആയിക്കോട്ടെ, മൂന്നാം മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരെ ആയിക്കോട്ടെ മികച്ചൊരു പ്രകടനമാണ് ബ്രസീൽ കാഴ്ചവെച്ചത്. 0-നെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് സ്കോട്ട്ലൻഡിനെതിരെയും അതുപോലെ ഹെയ്തിക്കെതിരായ മത്സരത്തിലും ബ്രസീൽ കാഴ്ചവെച്ചത്. നമുക്കറിയാം, ആദ്യ 2 മത്സരങ്ങളിൽ ബ്രസീലിന്റെ നായകൻ നെയ്മർ ഇറങ്ങിയിട്ടില്ല. എന്നാൽ മൂന്നാം മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെതിരായ മത്സരത്തിൽ 75-ാം മിനിറ്റിൽ നെയ്മർ ഇറങ്ങുന്നു. എന്നാൽ ബ്രസീലിനായി നെയ്മറിന് ഒരു ഗോൾ നേടാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു മത്സരത്തിൽ, ജപ്പാനെതിരായ മത്സരത്തിൽ ആദ്യ 11-ൽ നെയ്മർ ഇല്ല. പകരക്കാരനായെങ്കിലും നെയ്മർ ഇറങ്ങുമെന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത്. എന്തായാലും എതിരാളികൾ മികച്ചൊരു എതിരാളികൾ തന്നെയാണ് ബ്രസീലിന് നേരിടാനുള്ളത്. എന്തായാലും ജപ്പാനെ തോൽപ്പിച്ച് ബ്രസീൽ പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ആരാധകർ എല്ലാം തന്നെ വിശ്വസിക്കുന്നത്. അക്ഷയ്, ശരി, അഷിതയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.